വെൽക്കമിങ് ആയിപ്പോയി. ഇതിന് മുന്നേ വന്നപ്പോഴും ഇതേ എനർജിയാണ്, ഇപ്പോഴും അതേ എനർജി. ഇതെങ്ങനെ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ ഭയങ്കര ചാർജ് ആയിട്ടോ. നമ്മുടെ സിനിമകളിലെ പാട്ടുകളിലുള്ള നിങ്ങളുടെ ഡാൻസും അടിപൊളി ഡാൻസ് ആയിരുന്നു. ടീം ആ വീഡിയോ ഭയങ്കര, നമ്മുടെ സിനിമകളുടെ പല പല കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോ ആ വീഡിയോയില് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ പ്രേമം കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. പ്രേമം തിയേറ്ററിൽ കൊച്ചുകുട്ടികളായിരുന്നു കണ്ട കുട്ടികളാണ് ഇപ്പൊ എന്റെ മുമ്പിൽ. അപ്പോ സിന്ധരാസിലെ എന്റെ അനുജത്തിമാർക്കും മാനേജ്മെന്റിനും നമസ്കാരം. എന്താ പറയാ, അത് ഇച്ചിരി ബ്ലാങ്ക് ആയി പോയിട്ടോ. യൂഷ്വലി ഇങ്ങനെ ഞാൻ ഇത്തരം പരിപാടികൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം ഇതൊരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സ്പീച്ച് നടത്തിയ ഒരു ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിവിടെ പറയാൻ തോന്നിയ ഒരു കാര്യം ഞാനിങ്ങനെ പറയാറ്. അതായത് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ അതിന്റെ ആദ്യത്തെ ഒരു ഓഡീഷൻ സമയത്ത് എനിക്കൊരു കാലിലൊരു ആക്സിഡന്റ് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 40-45 ദിവസത്തോളം ബെഡ് റെസ്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ മാക്സിമം ടി വി കണ്ട് നോക്കി, ടി വി കണ്ട് ബോറടിച്ച് പയ്യെ പുസ്തകങ്ങളിലേക്ക് മാറി. അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ആ സമയത്ത് വായിച്ചൊരു പുസ്തകമാണ് ദ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പൊ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചിട്ടുണ്ടാവും? ഈ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു ആ ഒരു ഓഡീഷന്റെ സമയത്ത്. അതായത് ഓഡീഷന് പോകണോ, പോയാൽ എനിക്ക് കിട്ടുമോ, കാരണം എനിക്ക് അങ്ങനെ ഒരു സിനിമ ആരും പരിചയക്കാരൊന്നും ഇല്ല, അപ്പൊ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ സമയത്ത് എനിക്ക് ധൈര്യം തന്നത് ആ പുസ്തകമാണ്. ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ഓഡീഷന് പോയി വളരെ ധൈര്യത്തോടു കൂടി ഇതിന് പങ്കെടുത്തു. വളരെ കോൺഫിഡന്റ് ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് വിനീതനൊക്കെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്, ക്യാമറ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ട് അവിടെ വെച്ചാണ്. കുറെ ലൈറ്റും കുറെ ആൾക്കാരും കുറെ സിനിമക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തോ ചെയ്തു, അതിൽ എന്നെ സെലക്ട് ചെയ്തതിന്റെ ഭാഗമായി ആ സിനിമ എനിക്ക് ലഭിച്ചു. ആ സിനിമ ലഭിച്ചതിന്റെ ഭാഗമായി എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്റ്റേജിൽ കയറാൻ പേടിയുള്ള ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡീഷന് പോകാൻ തീരുമാനമെടുത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പുസ്തകത്തിലെ ക്യാരക്ടർ ഒരു ജേർണി പോവാണ്, ഒരു യാത്ര പോവാണ്. അപ്പൊ യാത്ര എവിടെ എത്തും എന്നുള്ളത് ആ ക്യാരക്ടറിന് അറിയില്ല. പക്ഷെ ആ യാത്ര ചെയ്യാൻ തീരുമാനിച്ചോടത്താണ് ആ ക്യാരക്ടറിന്റെ ലൈഫ് മാറുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ഇവിടെ യൂണിയൻ ഇനാഗുറേഷൻ കഴിഞ്ഞു. യൂണിയൻ ഇനാഗുറേഷന് ജയിച്ച പലരും നിൽപ്പുണ്ട്, ജയിക്കാത്ത പലരും ഉണ്ട്. പക്ഷെ പാർട്ടിസിപ്പേഷൻ ഈസ് എ ബിഗ്ഗസ്റ്റ് ആർട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഈ ട്രിബ്യൂട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നത്, എന്റെ പുതിയ സിനിമയെ ബെത്തലേം കുടുംബ യൂണിറ്റിന്റെ ഭാഗമായി വരാൻ പറ്റുന്നതല്ല. അന്ന് ഒരു ദിവസം ഞാൻ എടുത്ത ഡിസിഷനാണ് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോ നിങ്ങളുടെ ലൈഫിൽ പല പല സിറ്റുവേഷൻസ് വരും, പല സെൽഫ് ഡൗട്ട്സ് വരും. നമുക്കൊരു ഫിയർ ഓഫ് ഫെയിലിയർ എപ്പോഴുണ്ടോ, ഞാൻ പങ്കെടുത്താൽ ഇത് എന്നെ കളിയാക്കോ, എന്നെ എല്ലാവരും കൂടി ട്രോളോ, ഇങ്ങനെ പല സെൽഫ് ഡൗട്ട് വരുമ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഒറ്റ തീരുമാനമുള്ളൂ, പാർട്ടിസിപ്പേറ്റ്. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഭയങ്കര വലിയ ചേഞ്ചസ് ആണെന്ന്, വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന എന്റെ ലൈഫിൽ തന്നെ ഞാൻ പഠിച്ചു വരികയാണ്. അപ്പൊ അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. അതുപോലെ ഇവിടെ യൂഷ്വലി നമ്മൾ കോളേജിൽ പോകുമ്പോൾ സ്റ്റുഡൻസിനോടാണ് സംസാരിക്കാറ്. ഇവിടെ കുറെ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മളെപ്പോഴും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്ക് മേടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന കുട്ടികൾ മാത്രമാണ് നമ്മൾ ബ്രൈറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മികച്ച സ്റ്റുഡൻസ് എന്ന് പറയാറുള്ളൂ. പക്ഷെ ഒരു ക്ലാസ്സിലെ മികച്ച സ്റ്റുഡന്റിന്റെ മികച്ച ടീച്ചർ ആവുന്നതോടൊപ്പം തന്നെ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മികച്ച ടീച്ചർ ആവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഇതേപോലെ ഈ ഉള്ളിൽ ഭയമുള്ള, ഫിയർ ഉള്ള, മുമ്പോട്ട് വരാൻ മടിക്കുന്ന കുറെ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാവും. പലരും ഈ പേടിയൊന്നും ഇല്ലാതെ മുമ്പോട്ട് വരുന്നവരുണ്ടാവും. പക്ഷെ എനിക്കൊന്ന് ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ
അത്രയും ധൈര്യമില്ലാത്തവരാണ്. അവർക്കൊരു സപ്പോർട്ടും ഒരു മോട്ടിവേഷനും കൊടുക്കാൻ ടീച്ചേഴ്സിനും സാധിക്കണം. കാരണം ഞാൻ മുമ്പ് കോളേജിൽ പോകുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും മികച്ച മൊമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ കോളേജ് ലൈഫാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ഇപ്പൊ തിരിച്ച് എപ്പോഴെങ്കിലും തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാൻ മാത്രമല്ല, ഞാൻ സംസാരിക്കുന്ന എൻ്റെ കൂടെയുള്ള പല കൂട്ടുകാരും ആഗ്രഹിക്കുന്നതാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു സമയമാണ് ഈ കോളേജ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഈ കോളേജ് ലൈഫിൽ നിങ്ങൾ അടിപൊളിയായി എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കുക. അതുപോലെ തന്നെ ഇതൊരു വുമൻസ് കോളേജാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഈ ഡ്രസ് ഇടാൻ പാടില്ല, നേരത്തെ വീട്ടിൽ പോകണം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റൽ വാർഡ് അങ്ങനെ പലരിൽ നിന്നും നമുക്കൊരു എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എൻ്റെ മനസ്സിൽ നിന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്തൊരു അകലവുമില്ല, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ദൂരവുമില്ല, ചാടിക്കടക്കാൻ പറ്റാത്തൊരു ഹേർഡിൽസും ഇല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, സമാധാനത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹത്തിനും സ്വപ്നത്തിനും വേണ്ടി വർക്ക് ചെയ്യുക. ആരും ഒന്നും നിങ്ങളെ ചെയ്യാൻ പോകുന്നില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. അത്രയാണ് പറയാനുള്ളത്. നിങ്ങളുടെ കോളേജ് ജീവിതം അടിപൊളിയാവട്ടെ, ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടാവട്ടെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ. ഇതേപോലെയുള്ള യൂണിയൻ ഇനാഗുറേഷനും ആർട്സ് ക്ലബ് ഇനാഗുറേഷനൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കുക. താങ്ക് യു. നിവിൻ ചേട്ടാ, ഞങ്ങൾക്ക് എന്താ ഇത് കേട്ടിട്ട് ഒരു കാര്യം പറയാൻ തോന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്താലോ, മോട്ടിവേഷൻ അറിയോ? പക്ഷെ മാത്രല്ല ഇത് മോട്ടിവേഷനും ഇത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവസരം കിട്ടുമ്പോൾ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന എന്നോട് പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞു. വളരെ കൊണ്ടു നിവിൻ ചേട്ടൻ പറഞ്ഞ ഓരോ വാക്കും. പക്ഷെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് ക്ലീഷേ സിനിമാറ്റിക് ഡയലോഗ് പിടിച്ചോട്ടെ. നിവിൻ ചേട്ടന്റെ എന്താ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം? മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഒന്നും കൂടെ പറയോ? ഓക്കെ ഓക്കെ, ഒന്ന് പറഞ്ഞു കാണിക്കാമോ? The skin and the face and the body are ഇപ്പൊ ആലോചിക്കുമ്പോ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നിവിൻ ചേട്ടന്റെ കുറെ ഐക്കോണിക് ഡയലോഗ്സ് ഉണ്ട്. അതിലൊന്നാണിത്. പക്ഷെ ഞങ്ങളുടെ കൾട്ട് ഫേവറേറ്റ് ഒരു സാധനം ഉണ്ട്, പയ്യന്നൂർ കോളേജിന്റെ വരാതെ. ഓർമ്മയുണ്ടോ അത്? ഞങ്ങളുടെ മിസ്സുമാർക്ക് വേണ്ടിയെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത്. ഓർമ്മയില്ലാന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും വീഡിയോ നിൽക്കുകയാണ്, ഇത് എങ്ങാനും തെറ്റിയണ്ടല്ലോ. ഇവന്മാരൊക്കെ കൂടി എന്നെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഫോളോ ചെയ്ത് മികച്ച തീരുമാനം. ഓക്കെ, നമുക്ക് ആക്ച്വലി തട്ടത്തിൻമറന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആക്ച്വലി തട്ടത്തിൻമറയത്തില് ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ച സ്റ്റെൻസിൽ ഓർമ്മയുണ്ടോ? സ്റ്റെൻസിലിനെ ആയിഷയുടെ സ്റ്റെൻസിൽ വരച്ചിട്ടുണ്ട്. ആ കുട്ടി നമുക്ക് ഇവിടെ ഇപ്പൊ പഠിക്കുന്നേ. സോ ക്യാൻ വി ഹാവ് ഹർ ഓൺ സ്റ്റേജ്? ഈ കുട്ടിയാണ് ഈ കുട്ടി. ഇവിടെ പഠിക്കാം തേടിയത്.
കൊള്ളാലോ, അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. The newest ചേട്ടന്റെ latest release ആയ Bethlehem കുടുംബ യൂണിറ്റ്. അതിൽ നിവിൻ ചേട്ടൻ മാത്രമല്ല, നമുക്ക് വളരെ ഇഷ്ടമുള്ള ആരാ ഉള്ളത്? മമിത also is there. So ആദ്യം നമുക്ക് അതിന്റെ ടീസർ കണ്ടാലോ? Yes, over to the screens please. സോ നമ്മൾ ആക്ച്വലി ഈ സോങ്ങിലൂടെ നമുക്ക് ആക്ച്വലി ഓർമ്മ വന്നത് ആ പഴയ ചോക്ലേറ്റ് ബോയ് നിവിൻ പോളിനെ അല്ലേ? ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സിനിമയാണ്. ഒരു ഭയങ്കര ബ്രീസി ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പി, ചെറിയ തമാശകളും ചെറിയ പ്രണയങ്ങളൊക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഗിരീഷ് ഷേഡി ഫിലിമാണ്. നിങ്ങളൊക്കെ ഗിരീഷ് ഷേഡി സിനിമ കണ്ടിട്ടില്ലേ? ഇഷ്ടമാണോ ഗിരീഷ് ഷേഡി പടങ്ങൾ? അപ്പോൾ നമുക്ക് ഫാമിലിക്ക്, നമ്മുടെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഭയങ്കര രസകരമായിട്ടുള്ള പടമാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ പറയുന്ന ഒരു കഥയാണ്, ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്ന കഥയാണ് ബethlehem കുടുംബ യൂണിറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് നമ്മുടെ ഒരു സ്റ്റുഡന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മേരി ആഷ്ലിൻ ഒരു ചെറിയ പോർട്രേറ്റ് വരച്ചിട്ടുണ്ട് നിവിൻ ചേട്ടന് വേണ്ടി. അതൊന്നും ഈ വേളയിൽ തരികയാണ്. ചെറിയൊരു ചളക്കുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി ഉണ്ട്. Teresa is here with another small gift for you. തല ഓർമ്മല്ലോ വെച്ചേ. ഓക്കെ, താങ്ക് യു. കുറച്ച് ചോദ്യോത്തരായാലോ? Yes. So can we have a few questions please? ഹായ് ചേട്ടാ, എൻ്റെ ബിഗ്ഗസ്റ്റ് ഫാൻ. ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ ചേട്ടനെ കണ്ടു ഇങ്ങനെ നേരിട്ട് ഒരിക്കലും കാണാൻ വിചാരിക്കാത്ത ഒരാളാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഫോർ യു ഇസ് ലൈക്ക്, ചേട്ടന്റെ ജീവിതത്തിൽ ലൈഫിൽ വൺ ടൈം ഇഫ് യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, what would it be that you want to do first? ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്നു. അല്ലേ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഞാൻ ബാക്ക് ബെഞ്ചർ ആയിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്നതിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് പോയി ചായയും പരിക്കൂടെ കഴിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ കോളേജിൽ വരുന്നത് ആദ്യം കാര്യം ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു ചേട്ടാ ഫോർ യുവർ ആൻസർ. Thank you. We have the next question. Hi. Okay. So my question is like, ഈ ഓണത്തിന് അത് താങ്കളുടെ ഫ്രണ്ട്സിന്റെ 2 സിനിമ വരുന്നുണ്ട്. ഐ എം ഖലീഫയും ഐ എം ഗെയിമും. സോ ഞങ്ങൾ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഓണം ക്ലാഷ് കാരണം. എന്താണ് അതിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഒരു പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നത്? പൃഥ്വിയുടെ ഖലീഫ് വരുന്നുണ്ട്, ദുൽഖറിന്റെ ഐ ആം ഗെയിം വരുന്നുണ്ട്, ഞങ്ങളുടെ ബethlehem കുടുംബ യൂണിറ്റും വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സിനിമ ഇടകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും ഐ ആം ഗെയിമൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. By the way, നിവിൻ ചേട്ടാ, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. ചെറുപ്പത്തില് എന്നെ ഒരു വട്ടം എടുത്തിട്ടുണ്ട്. അന്ന് ഭയങ്കര കുഞ്ഞായിരുന്നു, ഒരു ഫാമിലി ഡിന്നറിന്റെ സമയത്ത്. എടുക്കാൻ പറയുന്നത് ഒരു സെൽഫി പ്ലീസ്. Hi. I'm a very big fan. Like ഭയങ്കര ഫാനാണ്, ചെറുതാകുമ്പോ തൊട്ടേ ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളിപ്പോ പാട്ടൊക്കെ കണ്ട്, അപ്പൊ ആ പാട്ടൊക്കെ കാണുമ്പോൾ
പറയുന്നത് എന്താണ് ആ ഒരു ഓം ശാന്തി ഓശാനന്റെ ആ ഒരു വൈബാണ് അടിക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാനം. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണെന്നിങ്ങനെ നമുക്കിത് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഫീൽ ഇതിനെ കുറിപ്പിക്കാൻ വേണ്ടി തരുമെന്നാണ് വിശ്വസിക്കുന്നത്. Thank you so much. Can we have one last question, please? Thank you so much for coming to this college. കുറെ ആൾക്കാരുടെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കും നിവിൻ പോളി കാണണമെന്ന് പറഞ്ഞ് അതെല്ലാവരും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, കുറെ ജാനർ ചെയ്തിട്ടുണ്ട്, കുറെ സിനിമ ചെയ്തിട്ടുണ്ട്, അതില് ശരിക്കത്തെ നിവിൻ പോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാന്ന് തോന്നിയ ഒരു ഫിലിം ഉണ്ടോ? ഉമേഷിനറിയോ? ഒരു 80% ഉമേഷും ഒരു 20% ജോർജും. Okay, so I think we'll have one more question. ഒരു ചോദ്യം കൂടെ ആയാലോ? Hi. Okay. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രയോ ആണ്. അത് ഫുൾ ഓഫ് കോമഡി ക്യാസ് ആയിട്ടുള്ള ഒരു ട്രയോ ആണ്. അപ്പൊ ഒരു വടക്കൻ സെൽഫി ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് കൈവിട്ട് പോയൊരു മൊമെന്റ് ഷെയർ ചെയ്യോ? അതിന്റെ എല്ലാ സീൻ അങ്ങനെയായിരുന്നു. ചിരി കൺട്രോൾ ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം എനിക്ക് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് അഭിനയിച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണം, അപ്പൊ തന്നെ എനിക്ക് ചിരി വരും. എന്താണെന്നറിയില്ല, അത് എല്ലാവരും എന്നോട് പറയും ക്യാരക്ടറായിട്ട് നിൽക്കണം, സിനിമയെ സീരിയസ് ആയിട്ട് കാണണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ഒന്നും കാണാറില്ല. എന്റെ മൈൻഡിൽ 80% ഉമേഷ് ആയതുകൊണ്ട് ഞാൻ വളരെ 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 ലാഘവത്തോടു കൂടിയാണ് എടുക്കാറ്. ഒരുപാട് സീനുകൾ ഇങ്ങനെ ചിരിച്ചു പോയി. എന്നാലും ഓർത്തിരിക്കുന്നവരെണ്ണം ഷെയർ ചെയ്യൂ. അതിന് ഞാൻ ഇന്റർവെൽ പഞ്ചിന്റെ ഒരു സീൻ ഉണ്ട്. ഞാനും അച്ഛൻ കൂടി വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഇടി കൂടുന്ന ഒരു സീൻ ഉണ്ട്. അതെനിക്ക് ഒരു ദിവസം ഷൂട്ട് പോയി ചിരിയാണ്. വൺ ഡേ. താങ്ക് യു സോ മച്ച്. ഇടയിൽ ഞാൻ കണ്ടു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മുടെ ഫുൾ സ്റ്റുഡൻസ് ആയിട്ട് ഒരു സെൽഫി എടുക്കാവോ? And can we have the music, please? Light. Niviൻ പോളി! Can we have the music once more, please? ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയുടെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ ആശംസകൾ. അടിപൊളിയായിട്ട് കോളേജ് നടത്താൻ സാധിക്കട്ടെ, ഇവരെ ഹാപ്പി ആക്കാൻ സാധിക്കട്ടെ. അവിടെയാണ് നിങ്ങളുടെ വിജയം. സോ താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിലും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.